ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 28-ാം വാക്യം. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാവേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. വളരെ പണ്ട് ഒരു രാജ്യത്ത് വളരെ അലസനായ വീരേന്ദ്രൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. സുഖലോലുപനും ഭക്ഷണപ്രിയനുമായിരുന്നു ആ രാജാവ്. രാജ്യകാര്യങ്ങളിൽ തീരെ അദ്ദേഹം ശ്രദ്ധിക്കാറില്ലായിരുന്നു. അതിനാൽ രാജ്യത്ത് വർദ്ധിച്ചു വന്ന ക്ഷാമവും അരാജകത്വവും ജനജീവിതം ദുഷ്കരമാക്കി. ഒരിക്കൽ ഒരു പണ്ഡിതൻ അവിടെ എത്തി. രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. തൻ്റെ അതിഥികൾക്ക് വേണ്ടത് കൊടുത്തേ അവരെ അയക്കാറുള്ളൂ എന്നും അതിനാൽ അദ്ദേഹത്തിന് വേണ്ടുന്നത് ചോദിച്ചു കൊള്ളുവാനും രാജാവ് പറഞ്ഞു. ഈ കൊട്ടാരത്തിൽ തനിക്ക് വേണ്ടുന്നത് കാണില്ലെന്നും അതിനാൽ ഒന്നും ചോദിക്കുന്നില്ല എന്നും അയാൾ പറഞ്ഞു. അത് രാജാവിന് അപമാനമായി. അതിനാൽ എന്ത് ചോദിച്ചാലും നൽകുന്നതായിരിക്കും എന്ന് രാജാവ് വാഗ്ദത്തം ചെയ്തു. പണ്ഡിതൻ പറഞ്ഞു, എൻ്റെ തൂക്കത്തിൻ്റെ അത്രയും രാജ്യത്തെ ഏറ്റവും വിലയേറിയ വസ്തുക്കൾ എനിക്ക് തരൂ. രാജാവ് ഉടൻ തന്നെ ഒരു വലിയ തുലാസ് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. തൻ്റെ കൊട്ടാരത്തിലെ സ്വർണവും വെള്ളിയും രത്നങ്ങളും തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ച് പണ്ഡിതനെ മറ്റു തട്ടിലും ഇരുത്തി. പക്ഷേ കൊട്ടാരത്തുള്ളത് മുഴുവൻ വെച്ചിട്ടും പണ്ഡിതൻ്റെ തൂക്കത്തിൻ്റെ അത്രയും ആയില്ല. തൻ്റെ രാജ്യത്തുള്ള മുഴുവൻ സ്വർണവും രത്നവും വെച്ചിട്ടും ശരിയായില്ല. അപ്പോൾ രാജാവ് തൻ്റെ നിസ്സഹായത പണ്ഡിതനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, അപ്പുറത്ത് ഒരു തൊഴിലാളി പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് 2 കല്ലുകൾ കൊണ്ടുവന്ന് ഈ തുലാസിൽ വയ്ക്കൂ. അവർ അങ്ങനെ ചെയ്തപ്പോൾ തൂക്കം ശരിയായി. പണ്ഡിതൻ പറഞ്ഞു, ഇത് അധ്വാനത്തിൻ്റെ ഫലമാണ്. ആ തൊഴിലാളി പ്രഭാതം മുതൽ അധ്വാനിക്കുകയാണ്. അധ്വാനം കൂടാതെയുള്ള പൂർവിക സ്വത്തിന് തൂക്കവും വിലയും ഉണ്ടാവില്ല. രാജാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം തൻ്റെ അലസ ജീവിതം അവസാനിപ്പിച്ച് രാജകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. പ്രജകൾ അധ്വാനിക്കുവാൻ കൽപ്പനയും പുറപ്പെടുവിച്ചു. അങ്ങനെ രാജ്യത്തെ ക്ഷാമവും അരാജകത്വവും നീങ്ങി. അധ്വാനത്തിന് പകരം വയ്ക്കുവാൻ ഭൂമിയിൽ ഒന്നുമില്ല. അധ്വാനിക്കാതെ അലസരായി ജീവിക്കുവാനാണ് മിക്കവർക്കും ഇഷ്ടം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിക്കാം എന്ന് കരുതുന്നവരാണ് അനേകരും. അതുകൊണ്ടാണ് പലരും മോഷണവും ചതിവും പ്രയോഗിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത്. അധ്വാനിക്കാതെ സമ്പാദിക്കുവാൻ ഇച്ഛിക്കുന്നവർ പലരും പതിവായി ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുകയും സമ്മാനത്തിനായി കാത്തിരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ വൻ തുകകൾ സമ്മാനമായി ലഭിച്ചിട്ടുള്ള പലർക്കും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അലസരായി ജീവിക്കുന്നവർക്ക് പണം ശരിയായി വിനിയോഗിക്കുന്നത് എങ്ങനെയെന്നും അറിയില്ല. അധ്വാനമാണ് ജീവിതത്തിൻ്റെ മഹത്വം. അധ്വാനിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ എത്ര വലിയ ഭാഗ്യമാണ്. അലസരായവർക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം എന്ന ആഗ്രഹമല്ലാതെ ശരിയാം വിധം ജീവിക്കാൻ അറിവില്ലാത്തതിനാൽ പങ്കുവയ്ക്കുവാനും കഴിയാതെ പോകാറുണ്ട്. എന്നാൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി പലതും ചെയ്തുവെന്നും ഇരിക്കും. അധ്വാനിച്ച് ജീവിക്കുന്നതും ആവശ്യതയിൽ ഇരിക്കുന്നവരുമായി അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതും ജീവിതത്തിൻ്റെ മഹത്വമാണ്. അതിനായി നമുക്ക് സമർപ്പിതരാവാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയും അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എല്ലായ്പ്പോഴും ജീവിതത്തിൽ അധ്വാനിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അലസതയും മാറ്റിക്കൊണ്ട് ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിപ്പാൻ തക്കമുള്ള കൃപ തന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.